ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു പായസം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സാബുനരി ഉപയോഗിച്ചിട്ടാണ്. സാബുനരി അല്ലെങ്കിൽ ചവ്വരി എന്നൊക്കെ പറയും. ഞാനിവിടെ അരക്കപ്പളവ് സാബൂനരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം 2 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അരക്കപ്പളവ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അതൊന്ന് മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. ഇതൊരു 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂറിൽ കൂടുതലായാലൊന്നും കുഴപ്പമില്ല. സാബൂനരി ഇപ്പം നല്ല പോലെ തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇനി ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അടികട്ടിയായിട്ടുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ കുതിർത്തെടുത്തിരിക്കുന്ന സാബൂനരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ സാബൂനരി മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് സോക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ സാബൂനരി വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. ഈ ഒരു പാകമാണ് സാബൂനരി വെന്തു എന്ന് മനസ്സിലാക്കാനുള്ളത്. ഇതിപ്പോൾ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവ് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാബൂനരി നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പം ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ പൊടിയും മണലൊന്നും ഇല്ലയെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ പൊടിയോ മണലോ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ പാനിയാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്താലും മതിയാകും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല കുറുകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പാകത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും സാബൂനരിയും ശർക്കരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശർക്കരയുടെ കുത്തലൊന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരണം, അത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവ് തേങ്ങ ചിരകിയതെടുത്തിട്ട് അത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഏകദേശം 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാലെടുത്തിരിക്കുന്നതാണ്. ഇത് 1-ാം പാല് 2-ാം പാല് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം കട്ടിയായിട്ടുള്ള പാലായിട്ട് എടുത്തിരിക്കുന്നതാണ്. 1/4 കപ്പ് അളവ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടിയും ചുക്കുപൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏലക്കപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. പിന്നെ ഒരുപാട് നേരം കുറുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാം. ഇതൊരൽപ്പം കട്ടിയായിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതൊന്ന് ചൂടൊക്കെ ആറി വന്നതിന് ശേഷമാണ് ഞാനിവിടെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തും മുന്തിരിയും ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു കോരി കഴിക്കുന്ന പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണത്തിന് ആ ഒരു പാകത്തിന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാബൂനരിയും വളരെ കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിന് ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.